കിനാവിൻ കാവ്യമോ സ്നേഹരാഗലോലമോ നീലാവിൻ സാന്ദ്രമോ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ അനുപമമല്ലയോ പ്രിയചലനം ഒഴുകുമീ തന്നലിൻ ലാസ്യനടനം അനുപമമല്ലയോ പ്രിയചലനം ഒഴുകുമീ നടനം വൃന്ദാവനത്തിലെ രാഗമല്ലേ ശ്യാമവർണ്ണന്റെ പ്രേയസി രാധയല്ലേ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ പരിഭവമെന്തിനീ മിഴിതളിൽ പ്രിയതരമല്ലയോ മധുരഭാവം പരിഭവമെന്തിനീ മിഴിതളിൽ പ്രിയതരമല്ലയോ മധുരഭാവം മന്വന്തരങ്ങളായോ മനേ നീ എന്നന്തരാത്മാവിൻ ദാഹമല്ലേ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ സ്നേഹരാഗലോലമോ നീലാവിൻ സാന്ദ്രമോ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ അശ്വിൻ എന്തോ അടിപൊളിയായിട്ട് പാടിയല്ലോ. ചേട്ടനൊക്കെ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അവരൊക്കെ വരെ വാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കേട്ടോ നീ അത്? ആക്ഷൻ കാണിക്കുന്ന കേട്ടുന്നോ? കണ്ടു കണ്ടു. അപ്പൊ ഹാപ്പിയായി. ചോദിച്ചു നോക്കാം. MG സർ. അശ്വിൻ സാർ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അശ്വിൻ
എന്താണ് ഈ പ്ലാൻസ് ഒക്കെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടുമെന്നുള്ള കാര്യം. എസ്പെഷ്യലി ഒഴുകുമി ആ പോർഷൻ, ആഹാ നല്ല മുട്ടായി പോലെ വന്നു വീണു ആ സംഗതി. അത് കുറെ ഉണ്ടല്ലോ, അങ്ങ് മേളിൽ താഴെ വരെ പെറുക്കിയിട്ട മാലപ്പടക്കം ഇട്ട പോലെ കുറേ സാധനങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് വന്നു. അതിന് മുമ്പുള്ള അനുപമം അല്ലേ, അനുപമം അല്ലേ, അനുപമം അല്ലയോ, ആ ഒരു പോർഷൻ കുറച്ച് ലോവ ഒന്ന് പാടാവുന്നത്. അനുപമമല്ലയോ അവിടെ മാത്രം കുറച്ച് രജിസ്റ്റർ ആയില്ല. ആ നോട്ടും ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി ഒന്ന് സ്ലോ ആയിട്ട് പാടാവോ? അനുപമമല്ലയോ. കറക്റ്റാ മോനെ അത് അത്രയും ബേസ് കിട്ടുന്നില്ല. കുഴപ്പമില്ല, കാരണം കാര്യം അറിയാമല്ലോ, അത് മതി. പിന്നെ ഈ പാവഗീതമല്ല മോനെ, ഭാവഗീതമാണ്. പാവപ്പെട്ട ഗീതമല്ല, ഭാവമുള്ള ഗീതമാണ്. പിന്നെ ഇത് തന്നെ ചരണത്തിലും വരുന്ന ആ ഒരു പോർഷനാണ് താഴെ വരുന്നത്. പിന്നെ പ്രിയതരമല്ലയോ സെക്കൻഡ് ടൈം പാടിയപ്പോഴത്തേക്ക് ഒന്ന് രണ്ട്, അങ്ങനെയാണോ അത് ശരിക്കും? അങ്ങനെ പാട്ടിനകത്ത് അങ്ങനെ ഉണ്ട്. അതിനകത്ത് അത്രയും സംഗതി ഇല്ലല്ലേ? രണ്ടാമത് ചരണത്തിലെ രണ്ടാമത്തെ പോർഷൻ പാടുമ്പോൾ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വരുന്നു. അതൊന്ന് പാടാന്ന്. പരിഭവമെന്തിനീ മിഴിതളിൽ പ്രിയതരമല്ലയോ, പ്രിയതരമല്ലയോ മധുരഭാവം. ഓക്കെ മോനെ, പക്ഷെ ടോട്ടാലിറ്റിയില് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യം പറഞ്ഞ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. മോൻ ഇത്തരത്തിലുള്ള ഒരു വലിയ കലാകാരനാണെന്നുള്ള കാര്യം അറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല, അറിഞ്ഞൊന്നുമില്ല. എന്തായാലും 10-18 വയസ്സല്ലേ ആയുള്ളൂ. നീ കിടക്കയല്ലേ ഒരുപാട് നാളുകൾ. ഒരു വലിയ ഗായകനായിട്ട് കേട്ടോ, ലോകം അറിയുന്ന ഒരു ഗായകനായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്. എന്തോ അശ്വിനെ സാർ, ഇത്രയൊക്കെ പാടിയാ മതിയോ? അങ്ങനെ ഒരു ധാരണ ഉണ്ടോ നിനക്ക്? ഉണ്ട്. സത്യമാടാ, നീ അസാധ്യമായിട്ട് പാടി. ഉഗ്രം, നമ്മുടെ കിടുക്കി കളഞ്ഞ ഞങ്ങളെ കേട്ടോ. അസാധ്യമായിട്ട് അതൊരു ജ്ഞാനത്തോടെ പാടി, അതാണ് വേണ്ടത്. ചുമ്മാ വെറും ഒരു സംഗതിയല്ല, നീ പാടുന്നതിൽ ഒരു സോൾ ഉണ്ടായിരുന്നു ഈവൻ ആ സംഗതികൾക്ക് പോലും. പിന്നെ ഈ ലോ പോർഷൻ നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ലടാ ചക്ക. കുറച്ചും കൂടെ ഒക്കെ നീ വളരട്ടെ, അപ്പം നിനക്ക് കുറച്ചും കൂടെ ഒക്കെ ബേസ് കിട്ടും. ആ ബേസ് പോർഷനാണ് കുറച്ച് അത് നമുക്ക് മനസ്സിലാവും നീ അതാണ് പാടാൻ ശ്രമിക്കുന്നത്. പക്ഷെ നിനക്ക് ആ റേഞ്ചില്ല, അത് വരും, അതൊക്കെ ശരിയാവും. നീ ഉഗ്രമായിട്ട് പാടിയിടാ. എനിക്ക് വേറൊന്നും പറയാനില്ല. എന്തൊക്കെയാലും ഇങ്ങനെ തന്നെ പോവാ. ഒരു ഉറപ്പ് തരാൻ പറ്റും, നീ നാളത്തെ ഗായകനാണ്ട, അതിൽ ഒരു ഡൗട്ടും ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. ഞാനൊക്കെ ജീവനോടെ കാണുമെന്ന് അറിഞ്ഞിട്ട് എങ്കിലും നീ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക അപ്പോഴെങ്കിലും കേട്ടോ. ഞാൻ മേളിൽ ഇരുന്ന് തുമ്മിക്കോളാം. ഇവന് കുറച്ച് പൈസ കൊടുക്കാന്ന് എന്റെ മനസ്സ് പറയും. സ്നേഹരാഗലോലമോ നീലാവിൻ സാന്ദ്രമോ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയുരോമൻ ഭാവഗീതമോ കാതരേ നീയുരൻ കിനാവിൻ കാവ്യമോ. അപ്പൊ ചക്രേ, ലവ് യുടാ. നീ എന്തൊക്കെയാണ് നിനക്ക് നല്ല ഇപ്പം തന്നെ വളർന്നിട്ടുണ്ട് ശാരീരികമായി. നിന്റെ എന്താ പറയണ്ട, എനിക്ക് നിന്റെ വളർച്ച എനിക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ജ്ഞാനമുള്ള ചെക്കനാണ് നീ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചക്കര. ഇങ്ങനെ തന്നെ പോവാം, പ്രാക്ടീസ് പഠിച്ചിട്ട് അഹങ്കരിക്കരുത് കേട്ടോ. നമ്മളൊക്കെ ഇത് പറഞ്ഞിട്ട് അങ്ങ് പോകും. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും സാധാ. കാരണം നല്ലൊരു വോയിസ് ഉണ്ട്, അവന് പാടാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പാട്ടുകളും കിട്ടട്ടെ നിനക്ക് ഇനി ഫ്യൂച്ചറിൽ. അതുകൂടെ പ്രാർത്ഥിക്കുക ഞാൻ. താങ്ക് യു. ചേച്ചി അശ്വിൻ മാം, പൈസക്കാരാ എന്തോ അസലായി പാടി. ഈ ഓറഞ്ച് വാച്ച് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. അതെ അല്ലേ? അതാണ്, അത് അസലായിട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം എനിക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു ലോവർ നോട്ട്സ് ഒന്നും നമുക്ക് ശരിയാക്കി എടുക്കണത്, പ്രാക്ടീസോടെ ശരിയാവും. പക്ഷെ അതല്ലാതെ ബാക്കിയൊക്കെ അസാധ്യമായിട്ട് പാടി. അസലായിരുന്നു. സ്പെഷ്യലി ശരത് സാറോടെ വന്നു, ഞാനവിടെ വന്നാലോ? എനിക്ക് ആ ഒരു അനുപല്ലവിയിലെ ആ ഒരു സംഗതി ഇല്ലേ, ആ സംഗതിക്ക് വേണ്ടി ഈ മഞ്ചരി പെട്ടി ഞാൻ തുറക്കുന്നു.
ഒഴുകുമി തന്നലിൻ ഹാസ്യനടനം. അശ്വിൻ, അതുകൊണ്ട് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ ശരിക്കും പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. ഇനിയും ഇതിലും ഭംഗിയാവട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. പിന്നെ ശബ്ദം, മനോഹരമായൊരു ശബ്ദം. പല ഭാഗങ്ങളും ഞാൻ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു പ്ലേബാക്ക് സിംഗറെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അപ്പം മോൻ എന്തായാലും നല്ലൊരു മ്യൂസിഷ്യനായി മാറും. നല്ല ഭാവിയുണ്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ചേച്ചി ഓ, പക്ഷെ മറന്നു. എന്താ? എന്റെ ആ കോൺഫിഡൻസ് ഞങ്ങൾക്കൊന്ന് ഇങ്ങനെ കണ്ടാൽ അതാ കൊള്ളാമെന്നുണ്ട്. സഞ്ജയ് ഏതാണ്ട് ഇതുപോലെ ഒരു കോസ്റ്റ്യൂമിൽ വന്നപ്പോഴായിരുന്നു നമ്മളെ ഞെട്ടിച്ചത്. അതെ, ആ ഭാഗ്യമുള്ള വാച്ചൊക്കെ ഇട്ടുകൊണ്ട് ഒരു അതെ, പെർഫോമൻസ് ആയാലോ. സംഗതിപ്പെട്ടി മഞ്ചരിപ്പെട്ടി ഒക്കെ തുറന്നു. നിന്റെ ആ സന്തോഷം ഇനി ആ ഞങ്ങൾ നൃത്തപ്പെട്ടി തുറക്കും. അതെ, ഞാൻ പിടിക്കാടാ അതൊക്കെ. മോനെ ചക്കരെ, അയ്യോ പാവം, കുറെ ഒരു മിഠായി. കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ ചെയ്യുന്നത് കുളമായിപ്പോയാ ഞാൻ ഈ പെട്ടിയും കൊണ്ട് വന്ന് ആ തന്നതെല്ലാം ഇതിനകത്ത് തിരിച്ചു മേടിച്ചത്. ചെയ്തൊന്ന് ധൈര്യമായിട്ട്. അവൻ അടിപൊളിയായിട്ട് ചെയ്യും. രജിത്തേട്ടാ ഏതെങ്കിലും ഒരു കുത്തുപാട്ട് ഇട്. എടാ, കളിക്കടാ. കളിക്ക്. നിന്റെ സ്റ്റെപ്പ് ഞങ്ങൾ കളിക്കാം. വെരി ഗുഡ്. ആ, ആ, കളിക്ക്. അവിടെ ഓടി കളിക്കേ. കളിക്കടാ. ആ, yes, come on, Ashwin. ആ, yeah. അടിപൊളി. ആഹാ, വണ്ടർഫുൾ പെർഫോമൻസ്. നന്നായിരുന്നടാ, നന്നായിരുന്നു. സൂപ്പർ അശ്വിൻ, സൂപ്പർ. അപ്പൊ ഇനി മാർക്ക് ചോദിക്കാം. ഓക്കേ ചേച്ചി. അശ്വിൻ, മാം. ഈ പെർഫോമൻസിന് അശ്വിന് 9.5. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. 9.6. ഓക്കെ എം ജി സർ. 9.6. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 19.1. Wow. സൂപ്പർ, അടിപൊളി. Ni pa maga sa sa